വ്ളോഗ്സ്. ഇപ്പം വീണ്ടും ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കുകയാണ്. ഇന്നത്തെ എന്ത് വീഡിയോ? ഇന്ന് സൺഡേ ആണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് സൺഡേയിലത്തെ എൻ്റെ കുറച്ച് പരിപാടികൾ കാണിച്ചു തരാം. ഉറങ്ങി എനിക്ക് ഭയങ്കര ക്ഷീണം. ഉറങ്ങിയതിൻ്റെ ക്ഷീണമാണ്. വീണ്ടും ഉറക്കം വരിക. സൺഡേ റീസെറ്റാണ്. നമുക്കൊരു സൺഡേ എങ്ങനെയാണെന്ന് കാണാം. എനിക്കൊരു വ്ലോഗും കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. ഈ വ്ലോഗ് ഞാൻ കംപ്ലീറ്റ് ആക്കണമെന്ന് വിചാരിക്കുന്നത് എത്ര പറ്റുന്നോ അത്രയും ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ എൻ്റെ റൂമൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ അല്ല മെനഞ്ഞാന്ന് ഫ്രൈഡേ ഈവനിങ് എൻ്റെ ഫ്രണ്ടിൻ്റെ ബ്രൈഡ് ടു ബി ഞങ്ങളിവിടെ വെച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി കുറേ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് അതൊന്നും ഇതുവരെ പറിച്ച് കളഞ്ഞിട്ടില്ല. മടി കാരണം ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെയാണ്. പിന്നെന്താ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എണീറ്റതേ ഉള്ളൂ. എണീറ്റ് ഞാൻ കുറച്ച് നേരം ഫോണൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ വിചാരിച്ച് വീഡിയോ എടുക്കണം എന്ന്. വീഡിയോ സ്റ്റാൻഡിൽ വെച്ചെടുക്കാം. എൻ്റെ എല്ലാ കാര്യങ്ങളും കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, ഡെക്കറേറ്റ് ചെയ്തിട്ട് എല്ലാ സാധനങ്ങളും അവിടെ ഇവിടെ എല്ലാം വാരി വലിച്ചിട്ടിട്ടുണ്ട്. നോക്കൂ, എല്ലാം ഞാൻ ടി വി ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ക്ലീൻ ചെയ്യണം. മുകളിലും ഉണ്ട് കുറേയൊക്കെ തന്നെ ഇളകി വീണു. കുറേ ഒന്നും ഇളകി വീഴുമെന്ന് തോന്നുന്നില്ല. പെയിൻ്റൊക്കെ പൊട്ടിപ്പോരുന്നതിന് മുന്നേ അതൊക്കെ പറിച്ചെടുക്കണം. അപ്പം അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. നമുക്ക് റൂമിലേക്ക് കുറച്ച് വെട്ടം കടത്തിയിടാം. ഇപ്പോൾ ഫുള്ളി ഇരുട്ട്, ഞാൻ കറുത്തിരിക്കുന്നു. കുറച്ച് നമുക്ക് കർട്ടനൊക്കെ മാറ്റി വെട്ടം ആക്കാം. എൻ്റെ സൂര്യകാന്തി കരിഞ്ഞു പോയി. നിൽക്കത്തില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എൻ്റെ ആഗ്രഹത്തിന് ഞാൻ മേടിച്ചതാണ്. ഇതൊക്കെ ഇനി എങ്ങനെ വൃത്തിയാക്കുമെന്ന് എനിക്കറിയത്തില്ല. ദൈവമേ, ഒരു പിന്നി കിട്ടിയായിരുന്നെങ്കിൽ എല്ലാം കുത്തിപ്പൊട്ടിച്ച് കളയായിരുന്നു. സെറ്റാക്കി ഞാൻ പണിയെടുത്ത് വീർത്തതാ. കുറച്ച് ഡ്രസ്സൊക്കെ കഴുകാണ്ടായിരുന്നു. കുറച്ച് ഞാൻ വിരിച്ചു. ഇനിതാ അവിടെ നിറയെ വിരിക്കയിരിപ്പുണ്ട്. അപ്പം രാവിലത്തെ കുറച്ച് പരിപാടി കഴിഞ്ഞു. ഇനി എന്താ പരിപാടി? പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി എനിക്ക് കുക്ക് ചെയ്യണം. പിന്നെന്താ, ഫുഡ് കഴിക്കണം. വിശക്കുന്നത് എനിക്ക് രാവിലെ. ഇപ്പോൾ സമയം രാവിലെ ഒന്നും അല്ല കേട്ടോ. ഇപ്പോൾ സമയം 11:10. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. കുറച്ച് ചായ ഉണ്ടാക്കി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല, നോക്കട്ടെ. ഞാൻ റൂമിൽ നിന്നെല്ലാം വൃത്തിയാക്കിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചേക്കുക. കാരണം എനിക്ക് എന്തായാലും ഇനി കിച്ചണിലെ വേസ്റ്റൊക്കെ കളയാനുണ്ടാവും. അപ്പം എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ട് കളയാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ചായ ഉണ്ടാക്കി കുടിക്കാം. ഞാനിതിൻ്റെ ഇടയ്ക്ക് ബ്രഷ് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചില്ല. അത് ഞാൻ എൻ്റെ ഫോൺ ചാർജിലായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് വെച്ചിട്ട് പോയി. ഇനി നമുക്ക് കുറച്ച് നേരം ടി വി കാണാം. ഇനി എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് നേരം ടി വി കണ്ടിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാം. ചായ കുടിക്കാം. ഞാൻ ബ്രെഡ് എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എനിക്കെന്തോ ബ്രെഡ് കഴിക്കാനുള്ളൊരു
ഇപ്പം എനിക്ക് കഴിക്കണമെന്ന് തോന്നില്ല. ചായ കുടിച്ച് കുറച്ചേരം ടി വി കണ്ടിട്ട് ഉച്ചക്കത്തെ കുക്ക് ചെയ്യുക. എനിക്കൊന്ന് മീൻ എടുത്ത് വെള്ളത്തിലിട്ടണം, ഫ്രീസറിലിരിക്കും. അപ്പോൾ ഞാൻ ഫിഷ് എടുത്തൊന്ന് വെള്ളത്തിലിട്ടിട്ട് കുറച്ചേരം ടി വി കാണാം, ചായ കുടിക്കാം. 2025 ഫസ്റ്റും ഞാൻ കുറച്ച് ഒന്നും ആക്റ്റീവ് അല്ലായിരുന്നു. കാരണം എനിക്ക് എൻ്റെ ലൈഫ് ഒന്ന് റീസെറ്റ് ചെയ്യണം. കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ചെയ്ത് ഇപ്പോഴാണ് ഒന്ന് ബാക്ക് ടു നോർമൽ ലൈഫിൽ വന്നത്. ഇപ്പോഴാണ് എനിക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനും കിട്ടിയത്. ഞാൻ വിശന്ന് ലാസ്റ്റ് കുറച്ച് ചക്കവറത്തൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് ചോറ് വെക്കാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ ചോറ് കൊണ്ട് ഓൾറെഡി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ആയി കാണും. വീഡിയോ ഒക്കെ എടുക്കാൻ മടിയായിപ്പോയി, പക്ഷെ മടി മാറ്റി വെച്ച് ഞാൻ വീഡിയോ എടുക്കും. ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ആ സൂപ്പർമാർക്കറ്റിൽ എൻ്റെ ഒരു നെയ്ബറാണ്. പുള്ളിക്കാരാണെങ്കിൽ എന്നോട് ചോദിക്കുക, എന്താ ചമ്മന്തി അടിക്കാൻ അറിയാമോ? വീട്ടിലൊരു ജോലിയും ചെയ്യത്തില്ല അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ നിന്നോടൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ചമ്മന്തി അടിക്കാൻ എനിക്ക് അറിയാമെന്ന് പറഞ്ഞു. അവർ പറയും ഇനി എങ്ങനെ ചമ്മന്തി അടിക്കുന്നതെന്ന് പറയും. അപ്പോൾ ഞാൻ ഭയങ്കര വണ്ടർ പോയി എങ്ങനെ പുള്ളിക്കാരി സത്യം സ്റ്റോപ്പിഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. ഞാൻ അവരുടെ ആരുമല്ല, അവരെൻ്റെ തൊട്ട് നെയ്ബർഹുഡല്ല. ഐ മീൻ ഒരു നെക്സ്റ്റ് ഡിവിഷനായിട്ടുള്ളൊരു ആളാണ്. ആ കടയ്ക്ക് ആ സൂപ്പർ മാർക്കറ്റിൽ സാധനം എടുത്ത് കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അവർ ആ സൂപ്പർ മാർക്കറ്റ് സാധനം എടുത്ത് കൊടുക്കാൻ നിൽക്കണം. ഞാൻ കോളേജ് പഠിക്കണം. അവരുടെ കട എത്ര ഏജാണ്, പക്ഷേ എത്ര ഏജ് ആണെങ്കിൽ പോലും അവരൊരു 35 ആ ഒരു ഞാൻ കോളേജ് പഠിക്കുന്ന അവരുടെ ഏജ് 35 ഒക്കെ ആ ഒരു ഇതിലുള്ള അത്രയും പോലുള്ള ആൾക്കാർ അവരുടെ ഒരു എഡ്യൂക്കേഷൻ ഇല്ലായ്മയെന്നേ ഞാൻ പറയത്തുള്ളൂ. അവരുടെ റിലേറ്റീവോ കസിൻസോ സിസ്റ്ററോ ആരുമല്ല, ഒന്നും അല്ലാത്ത ഒരാൾ എന്നോട് വന്നിട്ട് ചോദിക്കുന്നു. മേ ബി നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഗോസ് പഠിച്ചിട്ട് ഉള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് അവരെന്നോട് ചോദിക്കുന്നു ഒരു എല്ലാ ചമ്മന്തി എനിക്ക് വരയ്ക്കാൻ അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു ചമ്മന്തി എനിക്ക് വരയ്ക്കാൻ അറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഞാനെന്തിനാണ് അവരെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം, അതെനിക്കറിയത്തില്ല. പക്ഷേ അന്ന് ഞാൻ കോളേജ് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയില്ല. ഞാൻ എനിക്ക് ചമ്മന്തി കഴിക്കാൻ അറിയാം. അപ്പോൾ അവരോട് ചോദിക്കാം എങ്ങനെയാണ് ഈ പറയുന്നത്, എന്താണ് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്. ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു അമ്മ ഇങ്ങനെ സുഖമൊക്കെ തിന്നാൻ അവരിങ്ങനെ എന്നോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു. അപ്പം അമ്മ അവർ അതൊക്കെ ചോദിക്കേണ്ട ആവശ്യം എന്നാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഞാൻ ഫേസ്ബുക്ക് കാര്യമാണ് നമ്മുടെ വീട്ടിൽ അടുത്തുള്ള ആൾക്കാരായിരിക്കും മേ ബി പോയിട്ട് നമ്മൾ അപ്പച്ച വീട്ടിലെ പണിയൊന്നും ചെയ്യും അപ്പച്ച വീട്ടിലെ പണിയൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണോ? പണി ചെയ്യുന്നില്ല. ചിലപ്പോൾ എൻ്റെ അമ്മ ഇപ്പോഴും ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ തോന്നിയാലാണ് ഞാൻ എൻ്റെ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കും. അതുകൊണ്ട് അമ്മയാണ് എനിക്കെല്ലാം ഉണ്ടാക്കി തരുന്നത്. ബിക്കോസ് പുള്ളിക്കാരി ഹാപ്പിനെസ് ആണ്. അമ്മയ്ക്ക് ചോറുണ്ടാക്കി തരുന്നത്, അമ്മയ്ക്ക് കറി ഉണ്ടാക്കി തരുന്നത്. ഇപ്പോഴും എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ വെക്കേഷൻ ഡ്രസ്സ് വാഷ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ അമ്മ എൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് അമ്മ എനിക്ക് ഉണ്ടാക്കി തന്നെ പറഞ്ഞിട്ടല്ല. പിന്നെ ഞാൻ ഉണ്ടാക്കി ഫുഡ് ഉണ്ടാക്കി തരാൻ പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ നാൾ ഇവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ സ്വന്തമായിട്ടുള്ള കഴിച്ചിട്ട് ചെല്ലുമ്പോഴത്തേക്ക് നാട്ടിലെ അമ്മ ഉണ്ടാക്കി ഫുഡ് കഴിക്കണമെന്നും അതുണ്ടാക്കണം, എനിക്ക് വേണം, മീൻ വേണം, അങ്ങനെ കുറേ പറയാറുണ്ട്. പക്ഷേ എനിക്ക് എല്ലാവരോടും പറയാനുള്ള കാര്യം നാട്ടുകാരും ഇങ്ങനെ ആയിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളത് ഇപ്പം പഠിക്കുന്ന സമയത്ത് മേ ബി ആരുടെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. ഒരു 17-18 വയസ്സുള്ള ഒരാൾ വീട്ടിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആവശ്യങ്ങളൊന്നുമില്ല. അവർ ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് അവർ ചെയ്യുന്ന സമയത്ത് അതൊക്കെ ചെയ്തോളൂ. അതിനകത്തൊന്നും ബോധമാകുന്ന ആവശ്യമില്ല. അത് കുറവായിട്ട് ഒരു പബ്ലിക് സ്പേസ് നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യേണ്ട ആവശ്യമില്ല. ആരും വേണ്ടില്ല. അതെനിക്ക് അന്നത്തെ സിറ്റുവേഷൻ വേണ്ടി വന്നിട്ടുള്ള കുക്കിംഗ് സിറ്റുവേഷൻ വേണ്ടി വരുമ്പോൾ നമ്മളത് ചെയ്യും. പിന്നെ പണ്ട് വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്താൽ പ്രത്യേകത്തോടൊന്നും ഉള്ള കൺസെപ്റ്റ് ഒന്നും ഇല്ല. അങ്ങനത്തെ കൺസെപ്റ്റിലൊക്കെയാണ് നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാരൊക്കെ പോകുന്നത്. രാവിലെ എനിക്ക് കോളേജിൽ പോകുന്നത്, കോളേജിൽ അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിലെ പണിയൊക്കെ തീർക്കണം, ഇങ്ങനത്തെ കൺസെപ്റ്റാണോ? അത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അതൊന്നും ചെയ്യാൻ അങ്ങനെ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അത് നമ്മുടെ സിറ്റുവേഷൻ ആണ്. ഇപ്പം എനിക്കിപ്പോൾ ഇവിടുന്ന് ഞാൻ ഓഫീസിൽ പോകുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കുക്കിങ്ങും ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് ഓഫീസിൽ പോകുന്നത്. അതിൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ കാണാൻ സിറ്റുവേഷൻ നമ്മളെല്ലാവരും ചെയ്യും. അത് വെച്ചിട്ട് അതൊരു കുറവായിട്ട് കണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നാൽ നമ്മൾ അവരെ കൊണ്ട് പണിയെടുപ്പിക്കുക അങ്ങനൊന്നും ഇല്ല. എന്തിനാ അത് അങ്ങനൊക്കെ ഒരു കൺസെപ്റ്റിൽ ചിന്തിക്കുന്നത് എനിക്കറിയത്തില്ല. എനിക്ക് എൻ്റെ അമ്മ എപ്പോഴും ചെയ്തു തരുന്നത് ഐ എം ഹാപ്പി. അമ്മയും ഹാപ്പിയാണ് നമുക്ക് എന്തെങ്കിലും ചെയ്തു തരുമ്പോൾ. അപ്പൊ അതൊക്കെ നാട്ടുകാരൊരു കുറ്റമായിട്ട് ആ അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന അമ്മയെ കൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നമ്മള് അന്നൊന്നും ചെയ്തില്ല എന്ന് വെച്ചിട്ട് ജീവിതകാലം മുഴുവൻ ഒന്നും ചെയ്തില്ല എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. നമ്മൾക്ക് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ അതെല്ലാം ചെയ്യും. ഞാൻ പയർ തോരൻ ഉണ്ടാക്കി. ഇനി മീൻ മസാല ഇടണം. പിന്നെ എന്ത് ചെയ്യണം? മീൻ മസാല ഇടണം, മോരും ഉണ്ടാക്കണം.
കാരണം എന്ന് വെച്ചാൽ ഈ കവറിൽ മൊത്തം വെച്ചാൽ എല്ലാം പുറത്ത് വരും. ഞാൻ ഓൾറെഡി ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ആ ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളകും ഇതിനകത്ത് കടുകിടണം ഫസ്റ്റ്. ഇത് കുറേ ചൂടാക്കുന്നില്ല, എനിക്ക് വേഗം എടുക്കണം. ഞാൻ ഇപ്പം തന്നെ കടുക് വറക്കുവാണ്. കടുക് ഇട്ടു. ഞങ്ങൾ ഇത്തിരി ഉലുവ ഇടുന്നില്ല മോരുണ്ടാക്കുമ്പോൾ, കാരണം എനിക്കറിയില്ല ഞാൻ പർപ്പസ് ഒന്നും എനിക്കറിയത്തില്ല. ഞാനിത് വീട്ടിൽ കണ്ടാണെന്ന് തോന്നുന്നു ഉലുവ ഇടുന്നു. അപ്പം ഞാൻ ഉലുവ ഇടാറുണ്ട്. കണ്ടു ഇതിനകത്ത് നല്ല ഇപ്പം തന്നെ പുക വരാൻ തുടങ്ങി. എന്തൊരു നല്ല പുക വരും. എനിക്ക് ടെൻഷനാണ്. ഇഞ്ചി ഇട്ടു. അതേപോലെ തന്നെ ഉള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഉള്ളി അരിഞ്ഞ് വെച്ചിട്ട് ഒരു പച്ചമുളക് കൂടി ഇടാം. എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി ഒന്നും ഇടത്തില്ല. തിക്കായിട്ടുള്ള മോര് കറി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് മീനും കൂടെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കിച്ചൺ അവസാനിപ്പിച്ച് പോകാം. എനിക്കൊരു കോള് വന്നതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ഞാൻ ഓൾമോസ്റ്റ് ഇതാ മീൻ ഫ്രൈ ചെയ്ത് നെക്സ്റ്റ് സൈഡ് തിരിച്ചിട്ട് ഇത് ഞാൻ അടച്ചു വെക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മീൻ ഭയങ്കര പേടിയാണ്, പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് എപ്പോഴും അടച്ചു വെക്കും. കാരണം ഈ മത്തി ആകുമ്പോൾ പൊട്ടിത്തെറിക്കാൻ ചാൻസ് കൂടുതലാണ്. പണ്ടൊരു ദിവസം ഫസ്റ്റ് ഞാൻ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ മത്തി ഉണ്ടാക്കിയിട്ട് പൊട്ടിത്തെറിച്ചിട്ട് ബുദ്ധി വീണിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഈ ചോറൊന്നും നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കും. ഇപ്പോൾ വെള്ളം എല്ലാം തോന്നിയിട്ടുണ്ട്. അതൊന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പരിപാടിയെല്ലാം ഇങ്ങനെ ചോറ്, മോര്, പയറുപ്പേരി, പയറ് മെഴുക്ക് പുരട്ടി. ഉപ്പേരി ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ മോര് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് പയറിട്ടിട്ട് ഇങ്ങനെ കുഴയ്ക്കണം. എന്നിട്ട് സൂപ്പർ. കുറച്ച് മീൻ പൊളിക്കണം. എന്നിട്ട് കുറച്ച് അച്ചാറ്, കുറച്ച് പയർ എല്ലാം കൂടെ വെച്ചിട്ട് സൂപ്പർ. കുറച്ച് നേരം ഉറങ്ങാം. ഞാൻ വിചാരിക്കുന്നത് ചായ ഇട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റ് ഞാൻ കുറേ ദിവസമായിട്ട് ഉണ്ടാക്കി വെച്ചപ്പോൾ അത് വെറുതെ നശിപ്പിച്ചുണ്ടാകും. കഴിഞ്ഞ ആഴ്ച എന്തോ ഉണ്ടാക്കി വെച്ചതാണ്. അത് ഫ്രീസറിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതെടുത്തിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന മറ്റേ പൊടി ഉണ്ടല്ലോ, അതെൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനത് ബ്രെഡ് വെച്ചിട്ടുണ്ടാക്കാം. ബ്രെഡ് അത് പൊടിക്കാം, എന്നിട്ട് ഉണ്ടാക്കാം. ബ്രെഡ് വെച്ചിട്ട് നല്ല സെറ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ അത് കട്ട്ലേറ്റ് ഇട്ട് വെച്ച് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രെഡ് ഒന്ന് പൊടിച്ചിട്ട് ഉണ്ടാക്കാം.
സൺഡേ കഴിഞ്ഞു, ഇന്നലെ സാറ്റർഡേ, ഇന്ന് സൺഡേ ഓഫ് എല്ലാം തീർന്നു. നാളെ വർക്കുണ്ട്, വർക്കിന് പോകണം. അപ്പം ഡ്രസ്സ് ഞാൻ ഓൾറെഡി അയൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം ഒന്ന് മുഖം ഒന്ന് ഞാനൊരു മറ്റേ ഫേസ് മാസ്ക് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതൊന്ന് ഇടണമെന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഇടും. പിന്നെ ഞാൻ ഓൾറെഡി കുളിച്ചെല്ലാം സെറ്റായായിരുന്നു. ഇനിയിപ്പം ഫ്രഷ് ആവുന്നൊന്നുമില്ല. ഞാൻ വേറെ ഒന്നും പുറത്തൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ നേരെ പോയിട്ട് കിടന്നുറങ്ങും. അല്ല, കുറച്ച് നേരം TV കാണും, കളി ഉണ്ടല്ലോ, മാച്ചൊക്കെ കാണാം. അതിന് ശേഷം കുറച്ച് ഫോണൊക്കെ നോക്കും, ഇൻസ്റ്റയൊക്കെ നോക്കും. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. രാവിലെ വർക്കിന് പോകണം. ഇന്ന് നേരത്തെ കിടന്നുറങ്ങണം, കാരണം നാളെ രാവിലെ എണീക്കുന്നുണ്ട്, ഓഫീസിലുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ദിവസം. ഇന്ന് സൺഡേ ഞാൻ ഫുള്ള് വ്ളോഗ് എടുത്തിട്ടുണ്ട്, രാവിലെ മുതൽ.